Hi viewers, welcome back to the channel OET with TINCY. അപ്പോൾ ഒത്തിരി പേര് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റിങ്ങിൻ്റെ ലെറ്റർ ഡിസ്കഷൻ. അപ്പോൾ ഇന്നൊരു ലെറ്റർ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇൻട്രോ, അതുപോലെ തന്നെ പാരഗ്രാഫ് 1, 2, റെക്കമെൻഡേഷൻ പാര, അപ്പോൾ അങ്ങനെ ലൈക്ക് വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ OET with TINCY. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ എടുത്തു തരുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? സോ നമ്മൾ റൈറ്റിംഗ് ടാസ്കിലേക്കാണ് നമ്മൾ പോകാറ്, അല്ലേ? സോ ആരാണ് നമ്മുടെ റീഡർ, എന്താണ് നമ്മുടെ ലെറ്ററിൻ്റെ ഉദ്ദേശം, പർപ്പസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് അവിടെ നിന്ന് പിടികിട്ടും, അല്ലേ? സോ നമുക്കിന്ന് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിലേക്ക് പോവാം. സോ എന്താണ് ഇവിടുത്തെ റൈറ്റിംഗ് ടാസ്ക് നമ്മളോട് പറയുന്നത് നമുക്ക് നോക്കാം. സോ നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? റൈറ്റ് എ റെഫറൽ ലെറ്റർ ടു അമിത് കുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്യൂട്ട് 5379 സ്വാൻസ്റ്റോൺ സ്ട്രീറ്റ്, മെൽബോൺ, റിക്വസ്റ്റിംഗ് ഹോം വിസിറ്റ്സ് ഫ്രം ദി ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പോൾ നമ്മളുടെ ലെറ്റർ ആർക്കാണ് എഴുതുന്നത്? സോ ഇതൊരു ഫിസിയോതെറാപ്പിസ്റ്റിനാണ് ഈ ലെറ്റർ എഴുതുന്നത്. സോ ഇനി ഇതിൻ്റെ അതായത് പർപ്പസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം, അല്ലേ? സോ ഇതൊരു റെഫറൽ ലെറ്റർ ആണ്, ഫിസിയോതെറാപ്പിസ്റ്റിനാണ് നമ്മളിത് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അമിത് കുമാർ എന്നാണ്, അല്ലേ? സോ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയണം, പേഷ്യൻ്റെ ഫുൾ നെയിം എന്താണെന്ന് അറിയണം, മെയിൻ മെഡിക്കൽ ഇഷ്യൂ എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? സോ നമുക്ക് ലെറ്റർ വായിച്ചു തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്? സോ റീഡ് ദ കേസ് നോട്ട് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ റൈറ്റിംഗ് ടാസ്ക് ദാറ്റ് ഫോളോസ്. നോട്ട്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. യു ആർ ആരാണ്? റമോണ ഡിക്കോസ്റ്റ, അല്ലേ? ഓക്കെ, എ സീനിയർ നഴ്സ് വർക്കിംഗ് വിത്ത് ഹെൽപ്പ് ലൈൻ ഹോസ്പിറ്റൽ. സോ നമ്മളൊരു സീനിയർ നഴ്സാണ്, നമ്മുടെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ്, പേഷ്യൻ്റ് നെയിം ടോം ക്ലാർക്ക്, ഡേറ്റ് ഓഫ് ബർത്ത് 21/09/1954. അഡ്രസ്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? മാരീഡ് ആണ്, വൈഫിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, 58 years എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ലീവ്സ് ടുഗദർ, അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്, 2 ഡോട്ടേഴ്സ് ഉണ്ട്. എൽഡർ ഡോക്ടർ വർക്ക്സ് ഇൻ സിഡ്നി, യങ്ങർ വൺ എവിടെയാണെന്നുള്ളത് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? എവിടെയാണ്? അഡ്ലൈൻഡ്. ക്വൈറ്റ് ആക്റ്റീവ്. ഓക്കെ, ഇപ്പോൾ ക്വൈറ്റ് ആക്റ്റീവ് ആണ്. സോ നെക്സ്റ്റ്, മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് തന്നിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷൻ 1985 മുതൽ, ഡിഡ് നോട്ട് സീക്ക് ട്രീറ്റ്മെൻറ്റ് ടിൽ 2000 വരെ നമുക്ക് മെഡിസിൻ ഒന്നും പേഷ്യൻ്റ് എടുത്തിരുന്നില്ല. നൗ മാനേജ്ഡ് വിത്ത് റെമിപ്രിൽ, ഇപ്പോൾ മാനേജ്ഡ് വിത്ത് റെമിപ്രിലാണ്, അല്ലേ? GRD 1999 സർജിക്കൽ ഹിസ്റ്ററി എന്താണെന്നാണ് പറയുന്നത്? റൈറ്റ് ആംഗിൾ ഡിസ്ലൊക്കേഷൻ സർജറി ഫോളോയിങ് എ കാർ ആക്സിഡന്റ് 1982 കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 3 ആഴ്ച ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിരുന്നു. ഇനി സെപ്റ്റോപ്ലാസ്റ്റി 1985 നടത്തിയിട്ടുണ്ട്. സർജറി ഫോർ ആനുവൽ ഫെസ്റ്റിവൽ 1992. ഐ റീപ്ലേസ്മെന്റ് ലൈൻ സർജറി 2007 ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ആണ്. നെക്സ്റ്റ് പേജിൽ നമ്മളോട് എന്താ പറയുന്നത്? ഹോബീസിനെ കുറിച്ചാണ് പറയുന്നത്. സൈക്ലിംഗ്, വാച്ചിങ് മൂവീസ്, സ്പോർട്സ്, പിന്നെ അതുപോലെ തന്നെ റീഡിങ്, ട്രാവലിംഗ്, പ്ലേയിങ് ഗോൾഫ് ആൻഡ് ടെന്നീസ്, ഇതൊക്കെ ഹോബീസ് ആണ്. ഇനി 26/8/2016 എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യമാണ് നമ്മളോട് പറയുന്നത്. ആക്സിഡന്റ് വിത്ത് എ മോട്ടോർ ബൈക്ക് വൈൽ സൈക്ലിംഗ്, ക്ലെയിംഡ് ഹി വാസ് ഗോയിങ് ആൻഡ് എ മോട്ടോർ ബൈക്ക് സ്പീഡ്. ഓക്കെ, അറ്റ് എ മോട്ടോർ ബൈക്ക് സ്പീഡ് a motorbike hit him while overtaking. He landed on the left side of his body. അപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോർ സൈക്കിൾ ഹിറ്റ് ചെയ്ത് അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നുള്ള കാര്യമാണ് പറയുന്നത്, അല്ലേ? ഇനി ഫൂഷ്, അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഫാൾ ഓൺ ഔട്ട് സ്ട്രെച്ച്ഡ് ഹാൻഡ്, ഇഞ്ചുറി ടു ലെഫ്റ്റ് എൽബോ, പ്രസന്റഡ് ടു ER. നെക്സ്റ്റ് എന്താണ്? ലിമിറ്റഡ് റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് എക്സസൈസ്, എക്സ്ട്രീം പെയിൻ, അല്ലേ? സോ എക്സ്റേ എടുത്തു. നോൺ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ ഓഫ് ദി coronary process of the ulna, marrow edema, head and neck of radius involving articular surface. Okay, moderate joint diffusion. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്റേ ചെയ്തപ്പോൾ അതിൽ കണ്ടു. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് സ്ലിംഗ് ടു കീപ് ദ എൽബോ ഇമ്മൊബിലൈസ്ഡ്, 6 weeks പറഞ്ഞിട്ടുണ്ട്. ക്യാപ്സൂൾ CM+, പാനഡോള്, ഐബുപ്രൂഫിൻ, ഹോട്ട് കംപ്രസസ് ഫോർ പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. സോ ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ നിന്ന് കൊടുത്തു. നെക്സ്റ്റ് അപ്പോയിൻമെന്റ് ഇൻ 6 weeks ടൈമിൻ്റെ ഉള്ളിലുണ്ട്. 6/10/2016 എക്സ്റേ, ഇഞ്ചുറി ഹീലിംഗ് വെല്ലാണ്,
ടാബ് ഡി ഗെയിൻഗോ QW, ടാബ് CM+, QID പോകുന്നുണ്ട്. സ്ലിംഗ് ടേക്കൺ ഓഫ്, എക്സസൈസ് പ്രോഗ്രാം മറ്റ് ഹോമിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 1/11/2016 പേഷ്യന്റ് കംപ്ലൈൻസ് ഓഫ് സ്റ്റിഫ്നെസ് ആൻഡ് ലിമിറ്റഡ് റേഞ്ച് ഓഫ് മോഷൻ ഇൻ ദ എൽബോ. ഓക്കെ, അപ്പം നമുക്ക് റീസെന്റ് വന്നിരിക്കുന്ന ഈ ഒരു വിസിറ്റിന്റെ അകത്ത് പറയുന്നത് 1/11/2016 പേഷ്യന്റ് വീണ്ടും പറയുവാണ് എനിക്ക് സ്റ്റിഫ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ മൂവ്മെന്റിൽ പ്രോബ്ലം ഉണ്ടെന്ന്. നെക്സ്റ്റ്, അറേഞ്ച് ഹോം വിസിറ്റ് ബൈ ഫിസിയോതെറാപ്പിസ്റ്റ് ഫോർ റീഹാബ് പ്രോഗ്രാം. അപ്പം ഫിസിയോതെറാപ്പിസ്റ്റിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? പേഷ്യന്റ് ഇപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് സ്റ്റിഫ്നെസ്സും മൂവ്മെന്റ് പ്രോബ്ലമും അല്ലേ. സോ ഇപ്പോഴും നമുക്ക് ടാബ്ലറ്റ് പോകുന്നുണ്ട്, 2 ടാബ്ലറ്റുകൾ പോകുന്നുണ്ട്. ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ് 15/12/2016 റൈറ്റിംഗ് ടാസ്ക് നമ്മളോട് ഫിസിയോതെറാപ്പിസ്റ്റിനാണെന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഒരു ലെറ്റർ എഴുതണമെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പാര നമുക്ക് നോക്കണം അല്ലേ. സോ നമ്മൾ ആദ്യം നമുക്ക് ഡേറ്റ് ആണ് നോക്കേണ്ടത്. സോ നമുക്കിവിടെ ലെറ്ററിൽ ഏറ്റവും ലാസ്റ്റത്തെ ഡേറ്റ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് എന്നാണ്? 1/11/2016 വിസിറ്റിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പേഷ്യന്റ് വീണ്ടും റേഞ്ച് ഓഫ് മോഷൻ ഇൻ ദ എൽബോ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റിഫ്നെസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അറേഞ്ച് ചെയ്യുന്നത്. സോ അത് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. സോ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് 01/11/2016. അപ്പം നമുക്ക് അത് തന്നെ, നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്കത് തന്നെ നമ്മുടെ ആൻസർ ഷീറ്റിന്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് എഴുതാം 01/11/2016 അല്ലേ. സോ ലീവ് എ ലൈൻ. നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതണം? നമുക്ക് അഡ്രസ്സ് എഴുതാനുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ അഡ്രസ്സ് എന്താണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്ത് എഴുതുക. സോ ഇവിടെ നമുക്ക് അഡ്രസ്സ് മിസ്റ്റർ അമിത് കുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്യൂട്ട് 5, 379 സ്വാൻസ്റ്റോൺ സ്ട്രീറ്റ്, മെൽബോൺ അല്ലേ. അപ്പൊ നമ്മൾ ആ അഡ്രസ്സ് നമ്മൾ അതുപോലെ തന്നെ എടുത്തെഴുതുന്നു. ലീവ് എ ലൈൻ. നെക്സ്റ്റ് എന്താണ്? ഡിയർ മിസ്റ്റർ കുമാർ, കോമ അല്ലേ. സോ നെക്സ്റ്റ് ലീവ് എ ലൈൻ. നമുക്കിനി എഴുതുന്നത് എന്താണ്? റെഫറൻസ് ആണ്. സോ RE. നെക്സ്റ്റ് എന്താണ്? RE ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കോളോൺ ഇടുന്നു. പേഷ്യന്റ് പേരെന്താണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്? മിസ്റ്റർ ടോം ക്ലാർക്ക് അല്ലേ. പേഷ്യന്റ് പേര് മിസ്റ്റർ ടോം ക്ലാർക്ക് അല്ലേ. അപ്പൊ നമ്മൾ ആ പേഷ്യന്റ് പേര് നമ്മൾ എടുത്തെഴുതുന്നു അല്ലേ. സോ ഇനി നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് വേണം അല്ലേ. സോ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുവാണ് 21. എന്താണ്? DOB ഇടുന്നു, 2 സെമിക്കോളൺ ഇടുന്നു, 21/09/1954. സോ നമ്മുടെ അഡ്രസ് പാർട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് വേണ്ടത് ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഇൻട്രൊഡക്ഷൻ നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന്, ടൈപ്പ് ഓഫ് ലെറ്റർ എന്താണ്? സോ ഇവിടുത്തെ ടൈപ്പ് ഓഫ് ലെറ്റർ എന്താണ്? ഇതൊരു റിക്വസ്റ്റിംഗ് റെഫറൽ ലെറ്റർ ആണ് അല്ലേ. സോ നെക്സ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത്? പേഷ്യന്റ് ഫുൾ നെയിം വേണം. സോ നെക്സ്റ്റ് പർപ്പസ് വേണം, മെയിൻ മെഡിക്കൽ ഇഷ്യൂ വേണം അല്ലേ. സോ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ 01/11/2016 പേഷ്യന്റ് കംപ്ലൈന്റ് എന്തായിരുന്നു എന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്നത് ഫിസിയോതെറാപ്പിസ്റ്റിനാണ്, റിക്വസ്റ്റിംഗ് ലെറ്റർ ആണ്, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? ഇപ്പോഴത്തെ മെഡിക്കൽ ഇഷ്യൂ എന്താണ്? സ്റ്റിഫ്നെസ് ആൻഡ് ലിമിറ്റഡ് റേഞ്ച് ഓഫ് മോഷൻ ഇൻ ദ എൽബോ. അപ്പൊ ആ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ പാര നമുക്ക് എങ്ങനെ എഴുതാം? ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഹോം വിസിറ്റ് ഫോർ മിസ്റ്റർ ടോം ക്ലാർക്ക് who requires rehabilitation program due to stiffness and limited range of motion in the elbow. സോ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ പാര നമ്മൾ കൺസൈസ് ചെയ്ത് ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് എഴുതാനുള്ളത്? അതായത് മിസ്റ്റർ ക്ലാർക്ക് നമ്മളുടെ അടുത്ത് എന്തിനു വേണ്ടി വന്നു, എന്ത് കാരണം കൊണ്ടാണ് വന്നത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് എഴുതാനുണ്ട്. സോ നമുക്ക് നോക്കാം. ഇനീഷ്യലി നമ്മളുടെ അടുത്ത് വന്ന ഡേറ്റ് എന്നാണ്? മിസ്റ്റർ ക്ലാർക്ക് വന്നത് എന്നായിരുന്നു? 26/8/2016 നമ്മുടെ അടുത്ത് വന്നത്. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നത് അല്ലേ. അദ്ദേഹത്തിന് സ്ട്രെച്ച്ഡ് ഹാൻഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇഞ്ചുറി ടു ലെഫ്റ്റ് എൽബോ, പ്രസന്റഡ് ടു ഇയർ, ലിമിറ്റഡ് റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് എക്സ്ട്രീം പെയിൻ. എക്സ്റേക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു ഇതെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? മിസ്റ്റർ ക്ലാർക്ക് പ്രസന്റഡ് ഓൺ 26/8/2016 വിത്ത് ലെഫ്റ്റ് എൽബോ ഇഞ്ചുറി ഫോളോവിങ് ആൻഡ് എന്താണ്? ആക്സിഡന്റിന് ശേഷം അല്ലെ. ഫോളോവിങ് ആൻഡ് ആക്സിഡന്റ്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന് എക്സ്ട്രീം പെയിൻ ഉണ്ടായിരുന്നു അല്ലെ. സോ നമുക്ക് അത് എഴുതണം. അതുപോലെ തന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു.
സോ ആ ഒരു കാര്യം കൂടെ നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹി ഹാഡ് എക്സ്ട്രീം പെയിൻ ആൻഡ് റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റി എന്ന് നമുക്ക് എഴുതാം. ഇനി എക്സ്റേക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ എഴുതണം അല്ലെ. ഹിസ് എക്സ്റേ കൺഫേംഡ് നോൺ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ അല്ലെ ഓഫ് ദി കൊറോണോയിഡ് പ്രോസസ് ഓഫ് ദി അൾന കോമ. പിന്നെ കണ്ടൊരു കാര്യം എന്താണ്? മാരോ എഡിമ ഹെഡ് ആൻഡ് നെക്ക് ഓഫ് റേഡിയസ് ഇൻവോൾവിംഗ് ആർട്ടിക്കുലർ സർഫേസ് അല്ലെ, ആർട്ടിക്കുലർ സർഫേസ് ആൻഡ് മോഡറേറ്റ് എഫ്യൂഷൻ. സോ എക്സ്റേയിൽ കണ്ട ആ കാര്യം നമ്മൾ എടുത്തെഴുതി. ഇനി എന്താണ്? അതിനുശേഷം അദ്ദേഹത്തിന് സ്ലിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം നമുക്ക് എഴുതാനുണ്ട്. സബ്സിക്വന്റ്ലി കോമ എ സ്ലിംഗ് വാസ് അപ്ലൈഡ് ഫോർ 6 weeks അല്ലെ, 6 മാസത്തേക്ക് 6 ആഴ്ചത്തേക്ക് നമ്മളൊരു സ്ലിംഗ് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നെക്സ്റ്റ് എന്താണ്? ഹി വാസ് കമൻസ്ഡ് ഓൺ, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എഴുതുവാണ്. ഹി വാസ് കമൻസ്ഡ് ഓൺ പാനഡോൾ ആൻഡ് ഐബുപ്രോഫിൻ ആൻഡ് വാസ് പ്രൊവൈഡഡ് ഹോട്ട് കംപ്രസ് ഫോർ പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. സോ അദ്ദേഹത്തിന്റെ ആ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്ത് എഴുതി. എത്ര NG ആണെന്ന് നമുക്ക് വേണ്ട, നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനാണ് ഈ ലെറ്റർ എഴുതുന്നത്. സോ ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തെഴുതി. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? നെക്സ്റ്റ് CM+ ഇപ്പൊ എടുക്കുന്നുണ്ട് അല്ലെ. സോ അതും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യണം. സോ ഇൻ അഡീഷൻ ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് CM+. അത് ഇപ്പോഴും എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് നമുക്ക് വന്നത്. അദ്ദേഹം അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് CM+ എന്ന് നമുക്ക് എഴുതാം. സോ ഇനി നെക്സ്റ്റ് എന്താണ്? അതായത് പിന്നീടുള്ള വിസിറ്റുകളിൽ എന്താണ് നടന്നതെന്നാണ് നമുക്ക് എഴുതാനുള്ളത് അല്ലെ. സോ നമുക്കത് എടുത്തെഴുതാം. ലീവ് എ ലൈൻ ഡ്യൂറിംഗ് ദ സബ്സിക്വന്റ് വിസിറ്റ് മിസ്റ്റർ ക്ലാർക്സ് ഇഞ്ചുറി വാസ് ഫൗണ്ട് ടു ബി ഹീലിംഗ് വെൽ. അദ്ദേഹത്തിന്റെ ഇഞ്ചുറി ഇപ്പൊ എന്താവുന്നുണ്ട്? ഹീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് therefore his sling was taken off. അദ്ദേഹത്തിന്റെ സ്ലിംഗ് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പം റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. therefore his sling was taken off. ഫുൾ സ്റ്റോപ്പ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഹി വാസ് റെക്കമെൻഡഡ്, അദ്ദേഹത്തിന് ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹി വാസ് റെക്കമെൻഡഡ് എക്സസൈസ് പ്രോഗ്രാം അറ്റ് ഹോം, വീട്ടിൽ എക്സസൈസ് പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീണ്ടും എടുത്തെഴുതി. ഇനി എന്താണ് വേണ്ടത്? ഇന്ന് അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം ഉണ്ടായിരുന്നത് അല്ലെ. ടുഡേ കോമ ഹി റിപ്പോർട്ട്സ് ഓഫ് സ്റ്റിഫ്നെസ് ആൻഡ് ലിമിറ്റഡ് മൊബിലിറ്റി. ഇന്ന് അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? സ്റ്റിഫ്നെസ് ഉണ്ട്, ലിമിറ്റഡ് മൊബിലിറ്റി ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നടന്ന കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീവ് എ ലൈൻ റെക്കമെൻഡേഷൻ പാര നമ്മൾ എഴുതാൻ പോവാണ്. സോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ് ഹോം വിസിറ്റ് ഫോർ മിസ്റ്റർ ക്ലാർക്ക് അല്ലെ. എന്താണ്? നമുക്ക് ഹോം വിസിറ്റ് ആണ് മിസ്റ്റർ ക്ലാർക്കിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി എന്താണ്? ഹി ഹാസ് എ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്. ഇനി അടുത്തത് നമ്മൾ പറയാനുള്ള കാര്യം എന്താണ്? അദ്ദേഹത്തിന് ഒരു ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ് ഉണ്ട് അല്ലെ. ഹി ഹാസ് എ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ് ഓൺ 15/12/2016. സോ ആ ഒരു കാര്യം നമ്മൾ ഫ്രെയിം ചെയ്തു. ഇനി അദ്ദേഹത്തിന് നമ്മൾ കൈൻഡ്ലി പ്രൊവൈഡ് ദ നെസസറി എന്താണ് സർവീസസ് അറ്റ് ഹിസ് ഹോം അല്ലെ. അദ്ദേഹത്തിന്റെ ഹോമിൽ നമുക്ക് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് വേണ്ടിയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമുക്ക് പറയാനുണ്ട് അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? കൈൻഡ്ലി പ്രൊവൈഡ് ദ സർവീസസ് അറ്റ് ഹിസ് ഹോം എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ സ്റ്റോപ്പ് ഇട്ട് നമുക്ക് ആ ലെറ്റർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റ് നമ്മൾ ആരാണെന്ന് റീഡർ ഉള്ള കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ എഴുതുക. അതുപോലെ തന്നെ ഇഫ് യു ഹാവ് എനി ഒരു ലീവ് എ ലൈൻ എഴുതുക. നെക്സ്റ്റ് നമ്മൾ എന്ത് പറയുന്നത്? ഇഫ് യു ഹാവ് എനി ക്വയറീസ് കോമ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ലീവ് എ ലൈൻ. നെക്സ്റ്റ് എന്താണ്? നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ എഴുതുക. നമ്മൾ ആരാണ്? അതുപോലെ തന്നെ പേഷ്യന്റ് പേര് ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? യുവേഴ്സ് എന്താണ്? സിൻസിയർലി Y ക്യാപിറ്റൽ S സ്മോൾ ലെറ്റർ. മുകളിൽ നമ്മൾ കോമ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് സല്യൂട്ടേഷന് ശേഷം നമ്മൾ കോമ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡിയർ നമ്മുടെ ആരാണ് വരുന്നത്? ഡിയർ മിസ്റ്റർ കുമാർ. അപ്പൊ ഡിയർ മിസ്റ്റർ കുമാറിന് ശേഷം നമ്മൾ കോമ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? താഴ്ത്തു വന്ന് യുവേഴ്സ് സിൻസിയർലിക്ക് ശേഷം കോമ ഇടുക. ഇട്ടിട്ടില്ല എങ്കിൽ നമുക്ക് അതിന്റെ താഴ്ത്തും നമുക്ക് കോമ വേണ്ട. ഓക്കെ. അപ്പൊ യുവേഴ്സ് സിൻസിയർലി നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മൾ ആരാണെന്നുള്ളത് എഴുതുക. നമ്മുടെ പേര് തന്നിട്ടുണ്ട്. ഇപ്പൊ ലീവ് ലൈൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരാണ്? നമ്മളിവിടെ സീനിയർ നേഴ്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ സീനിയർ നേഴ്സ് നമ്മൾ എഴുതുക. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് പേര് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് എഴുതാം? നമുക്ക് യുവേഴ്സ് സിൻസിയർലി കഴിഞ്ഞ് ആ പേര് നമുക്ക് എഴുതാം. നമ്മുടെ പേരെന്താ തന്നിരിക്കുന്നത്? റമോന ഡെക്കോസ്റ്റ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ റമോന ഡെക്കോസ്റ്റ എന്ന് നമുക്ക് എഴുതാം. അതിനുശേഷം താഴത്ത് സീനിയർ നേഴ്സ് എന്ന് നമുക്ക് എഴുതാം അല്ലെ. സോ ഇങ്ങനെയാണ്
നമ്മുടെ ലെറ്റർ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വലി നമുക്ക് ആ യുവേഴ്സ് സിൻസിയർലി എന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞിട്ട് നമുക്കൊരു ലീവ് എ ലൈൻ പ്ലസ് അതിൻ്റെ താഴത്ത് നമ്മൾ ആരാന്നുള്ള ഡെസിഗ്നേഷനാണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് പേര് തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മളവിടെ ആ പേര് നമ്മൾ പ്ലേസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള വീഡിയോസ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ OET വിത്ത് TINCY. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് നമുക്ക് സൂം ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. ചുവടെ നമ്മുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ OET വിത്ത് TINCY.